എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നന്ദു വേണുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഇത് കാണുന്ന അനാമികയ്ക്കും രേവതിക്കും ആകെ സങ്കടമാകുന്നുണ്ട്. അന്നേരം രേവതി അനാമികയോട് ചോദിക്കുന്നുണ്ട്, ഇനി എന്താ മോളെ ചെയ്യുന്നതെന്ന്. അന്നേരം ഇത് അവളെ കള്ളക്കേസിൽ അച്ഛനെ കുടുക്കിയതാമേ എന്ന് പറയുമ്പം രേവതി പറയുന്നുണ്ട്, കള്ളക്കേസൊന്നും പറയാൻ പറ്റില്ല മോളെ, അച്ഛൻ ഒരുപാട് പേർക്ക് പൈസ കൊടുക്കാനില്ലേ, അവരാരെങ്കിലും കംപ്ലൈൻറ്റ് കൊടുത്തോ എന്ന് നമുക്കറിയത്തില്ലല്ലോ എന്ന് പറയുമ്പം അനാമിക പറയുന്നുണ്ട്, അവൾ ഇതുവരെ അതിൻ്റെ പേരിലൊന്നും കേസെടുത്തില്ലായിരുന്നല്ലോ, ഇത് ഞാൻ എനിക്കെതിരെ കേസ് കൊടുത്തതിൻ്റെ വാശിക്ക് അവൾ ചെയ്തതാണ്. ഇനിയിപ്പം അച്ഛൻ ജയിലിൽ കിടക്കേണ്ടി വന്നാലും ഞാൻ അവനെതിരെ കേസിന് പോവും. അവനെതിരെ മാത്രമല്ല അവിടെ അനന്തപുരിയിലുള്ള എല്ലാവരെയും ഞാൻ അകത്താക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാശിയിൽ നിൽക്കുവാണ് അനാമിക. പിന്നെ വേണുവിനെ എടുത്തിട്ടിരിക്കുന്ന നന്ദുവിനെയാണ് കാണിക്കുന്നത്. അന്നേരം അയാൾ അയ്യോ തല്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. പക്ഷേ നന്ദുവിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു പരിഗണനയും കൊടുക്കുന്നില്ല. അന്നേരം അവിടുത്തെ സക്രിയ വരും ASI, എന്നിട്ട് പറയും, മേഡം ഇങ്ങനെ തല്ലല്ലേ, അദ്ദേഹം CSRന് വേണ്ടപ്പെട്ട ആളാണ് എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, അതെനിക്കറിയാം, അതുകൊണ്ടാണ് ആ CA ഇല്ലാത്ത സമയത്ത് ഞാൻ ഇയാളെ കൂട്ടിക്കൊണ്ട് വന്നത്. എന്നിട്ട് ഇയാളോട് ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അയാൾക്ക് സമ്മതിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇത് കള്ളക്കേസൊന്നുമല്ല, ഇയാൾ പലർക്കും പൈസ കൊടുക്കാനുണ്ട്. അങ്ങനെ പൈസ കൊടുക്കാനുള്ള 2-3 പേരിൽ നിന്നും ഞാൻ പരാതി എഴുതി വാങ്ങിയിട്ടുണ്ട്. അത് ചോദിച്ചപ്പോൾ അയാൾക്ക് സമ്മതിക്കാൻ ബുദ്ധിമുട്ട്. അങ്ങനെയുള്ളവരെ 2 തല്ല് കൊടുത്തതിന് സമ്മതിപ്പിക്കണ്ടേ, അതല്ലേ നമ്മുടെ രീതി എന്ന് ചോദിക്കുക. അന്നേരം സക്കറിയ പറയുന്നുണ്ട്, അതൊക്കെ നേരാണ്, പക്ഷേ CSR അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് പറയുമ്പം, ഓ എന്ത് പ്രശ്നമാകാൻ, ഞാൻ നിയമം വിട്ടൊന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെയുള്ളവരെ നല്ല രീതിയിൽ പെരുമാറുക തന്നെ ചെയ്യണമെന്ന് പറയും. എന്നിട്ട് വേണുവിനോട് ചോദിക്കുന്നുണ്ട്, സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് മകളെ കെട്ടിച്ചു വിടുക, എന്നിട്ട് പിന്നീട് അവർക്ക് ആ സമാധാനം കൊടുക്കാതിരിക്കുക, അതൊക്കെയല്ലേ തൻ്റെ രീതി. അങ്ങനെയുള്ള താനൊന്നും പിന്നെ സമാധാനം അറിയിക്കുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ ഈ സ്റ്റേഷനിൽ SI ആയിട്ടിരിക്കുന്നിടത്തോളം കാലം താനും തൻ്റെ മോളും സമാധാനത്തോടെ ഇവിടെ കഴിയുകയില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെയും കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് അവിടുന്ന് ഇറങ്ങി പോകുന്നത്, സെല്ലിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. പോയി കഴിയുമ്പോഴേക്കും ഭയങ്കര വിഷമത്തോടെ സക്കറിയോട് പറയുവാണ്, ഇനി എന്നെ ഒന്നിനും കൊള്ളൂല, എൻ്റെ ഭാര്യയിൽ പോലും ഒടിഞ്ഞെന്നാണ് തോന്നുന്നത് എന്ന് വേണു പറയുമ്പം സക്കറിയ പറയുന്നുണ്ട്, ഞങ്ങൾ ആണുങ്ങൾ ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പവർ കാണിയില്ല, മേഡം ഇടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കാലത്തേക്ക് എഴുന്നേറ്റ് നടക്കുകയില്ല, അതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പം ഏതെങ്കിലും നാട്ടുവൈദ്യനെ കാണുന്നത് നല്ലതാണ് എന്ന് പറയുക. അന്നേരം വേണു പറയുന്നുണ്ട്, എന്നെ ഇങ്ങനെ കള്ളക്കേസിൽ കുടുക്കി ഇടിച്ചതിന് ഞാൻ പ്രതികാരം വീട്ടും, ഏതായാലും അവളുടെ കാമുകൻ ആ ആനിക്കെതിരെയുള്ള കേസൊന്നും ഞാൻ പിൻവലിക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പം സക്രിയ പറയുന്നുണ്ട്, ഇവിടുത്തെ CSR മേഡത്തെ വിവാഹം കഴിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് ഇങ്ങനെ എടുത്തിട്ടിടിച്ചതിൻ്റെ പേരിൽ യാതൊരു നടപടിയും ഉണ്ടാകുകയില്ല. കാരണം വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണല്ലേ നന്ദു മാഡം, അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും. ഇവിടെ ശരിക്കും ബോസായിട്ടുള്ളത് നന്ദു മാഡമാണ്, CSR വെറും അടിമയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വേണുവിൻ്റെ അടുത്ത് നിന്ന് അങ്ങ് പോകുമ്പോഴാണ് CA വരുന്നത്. അന്നേരം CAയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആ വേണുവിനെ വിളിച്ചു വരുത്തി അടിച്ചൊരു പരിവാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ അടിച്ചു, അതെന്തിനാ എന്ന് ചോദിക്കുമ്പോൾ, അതെന്തിനാ എന്നൊന്നും അറിയത്തില്ല, എന്തായാലും മേഡം നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ട് എന്ന് പറയും. അന്നേരം CA പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ, എന്നാലും ഞാൻ ഇല്ലാത്ത സമയം ആയിപ്പോയി എന്ന് പറയുമ്പോൾ, ആ ഇല്ലാത്ത സമയം നോക്കി കൂട്ടിക്കൊണ്ട് വന്നതാ ഇങ്ങോട്ട് പ്രതികാരം വീട്ടാൻ എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ കൊണ്ട് സക്കറിയ പറയുന്നുണ്ട്, മേഡത്തിൻ്റെ ഇടിയുടെ പവർ അറിയാലോ, ആ ഇടി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചുരുണ്ടു പോവും, കുറേ നാളത്തേക്ക് നിവരാൻ പോലും പറ്റത്തില്ല, ആ അവസ്ഥയിലാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പം CA പറയുവാണ്, അവളല്ലെങ്കിലും ആ കാര്യത്തിലൊക്കെ മിടുക്കിയാണ് എന്ന്. അന്നേരം ഓ അങ്ങനെയാണോ സാറ് പറയുന്നതെന്ന് ചോദിക്കും. അന്നേരം CA പറയുന്നുണ്ട്, ഏതായാലും ഒരു കാര്യം ചെയ്യേ, നന്ദുവിനോട് എൻ്റെ ക്യാബിനിലോട്ട് വാ എന്ന് പറഞ്ഞിട്ട് പോവാണ്. CA അങ്ങ് പോയി കഴിയുമ്പോഴേക്കും സക്കറിയ പറയുവാണ്, മിക്കവാറും ഇങ്ങേരുടെ വിവാഹം കഴിഞ്ഞ് കഴിയുമ്പം ഇങ്ങേരുടെ നട്ടലും ഇതുപോലെ വെള്ളമാകുന്ന അവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും CA ക്യാബിനിൽ പോയിരിക്കുന്നു. നന്ദു അങ്ങോട്ട് ചെല്ലുന്നു. അന്നേരം നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ആ വേണുവിനെ വിളിച്ചു വരുത്തി ഇതുപോലെ തല്ലിയത്, എന്ത് കേസിൻ്റെ പേരിലായാലും സ്റ്റേഷനിലോട്ട് വരുന്നവർ ഇങ്ങനെ തല്ലാൻ പാടില്ല എന്ന് നന്ദുവിന് അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, അയാൾ ഒരു ക്രിമിനലാണ്, അയാൾ മാത്രമല്ല അയാളുടെ ഭാര്യയും മകളും ഒക്കെ അങ്ങനെ തന്നെയാണ്, അയാൾ ഒരുപാട് പേർക്ക് പൈസ കൊടുക്കാനുണ്ട്, അത് ചോദിച്ചപ്പോൾ ഇല്ല എന്നോട് പറഞ്ഞു, അന്നേരം അത് സമ്മതിപ്പിക്കാൻ വേണ്ടിയാണ് 2 തല്ല് കൊടുക്കേണ്ടി വന്നത് എന്ന് പറയും. അന്നേരം അങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പോലും ഇങ്ങനെ തല്ലുക എന്നുള്ളത് നമ്മുടെ സ്റ്റേഷനിലെ രീതി അല്ലല്ലോ, അനി അന്ന് ഇവിടെ വന്നപ്പോൾ ഞാൻ തല്ലി, അത് ശരിയാണ് എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല, അന്നേരത്തെ ഒരു വികാരത്തിൽ ഞാനങ്ങ് ചെയ്തു പോയതാണ്,
എന്നൊക്കെ പറയുമ്പോഴും നന്ദു ചെയ്ത് തെറ്റാന്നൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ. നന്ദു പറയുന്നുണ്ട് കുറ്റം തെളിയിക്കാൻ നമുക്ക് ചിലപ്പം തല്ലേണ്ടി വരും, അയാളുടെ സ്വഭാവം വെച്ച് തല്ലും, അല്ലാണ്ട് വേറെ നിവൃത്തിയില്ലായിരുന്നു എന്നൊക്കെ പറയും. അന്നേരം നന്ദു ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാൻ മേലാത്തതുകൊണ്ട് ആ ശരി എന്ന് പറഞ്ഞ് നന്ദുവിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുക. അത് കഴിഞ്ഞ് വേണുവിനെ സെല്ലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരും. അന്നേരം വേണു പറയുന്നുണ്ട് സാറില്ലാത്ത സമയം നോക്കിയാണ് എന്നെ വിളിച്ചുകൊണ്ട് വന്ന് ഈ പരിപാടി കാണിച്ചത്. സാർ ഇത്തിരി നേരത്തെ വരുമായിരുന്നെങ്കിൽ എൻ്റെ എല്ല് വെള്ളം ആകില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ അനിക്കെതിരെ പരാതി കൊടുത്തതിൻ്റെ പ്രതികാരമാണ് ഇപ്പം നടന്നത്. ഇനിയിപ്പം എന്നെ കൊന്നാലും എന്നെ ജയിലിലാക്കിയാലും ശരി, ആ പരാതിയൊന്നും പിൻവലിക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. അവനെയും എൻ്റെ കാരണത്തടിച്ച് അവൻ്റെ മുത്തശ്ശനെയും ഒക്കെ ഞങ്ങൾ അകത്താക്കും എന്ന് പറയുമ്പം സി എ പറയുന്നുണ്ട് അതെ, നിങ്ങളുടെ മകളുമായിട്ടുള്ള വിവാഹമോചനം നടന്നിട്ടില്ലല്ലോ അവൻ്റെ, അതുകൊണ്ട് കുറേ കാലത്തേക്ക് അതങ്ങ് നീട്ടിക്കൊണ്ട് പോകണം. അങ്ങനെ നീട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവന് നന്ദുവിൻ്റെ പുറകെ നടക്കാൻ പറ്റിയില്ല. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് അവനെതിരെ ഉള്ള ഒരു തെളിവാകും. അതുകൊണ്ട് അങ്ങനെയുള്ള തെളിവൊക്കെ ശേഖരിക്കണം. അതുകൊണ്ട് ഡിവോഴ്സ് നീട്ടിക്കൊണ്ട് പോകണം. കാശുള്ളവർക്ക് ഡിവോഴ്സ് നീട്ടിക്കൊണ്ട് പോകുന്നത് അത്രയും ഇഷ്ടമല്ലാത്തത് കൊണ്ട് കോമ്പൻസേഷൻ കൂടുതൽ നമുക്ക് ആ കാര്യം പറഞ്ഞ് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് പറയും. അന്നേരം വേണു പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ചെയ്യും, അതുകൂടാതെ ആ വീട്ടിലുള്ള എല്ലാത്തിനെയും ഞാൻ ജയിലിലാക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വേണു അവിടുന്ന് പോകുന്നതിന് മുമ്പ് പറയുന്നുണ്ട് സാറ് ഇതേ ഇവളെയല്ലേ വിവാഹം കഴിക്കാൻ പോകുന്നത്, ഇവളുടെ കാമുകനാണ് ആ അനി എന്ന് പറയുമ്പം അങ്ങനെയൊന്നുമില്ല, അവന് നന്ദുവിനെ ഇഷ്ടമാണെന്നേ ഉള്ളൂ, നന്ദുവിന് അങ്ങോട്ട് ഇഷ്ടമൊന്നും അല്ല എന്ന് പറയുമ്പോൾ സാറത് വിശ്വസിച്ചോ, എൻ്റെ മോളുടെ കുടുംബജീവിതം നശിക്കാനുള്ള മെയിൻ കാരണം ഈ നന്ദുവാണ്, അതുകൊണ്ട് സാറൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. പിന്നെ വിവാഹം കഴിക്കുവാണെങ്കിൽ തന്നെ മർമ്മഭാഗത്തൊക്കെ പാട് വെക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ മർമ്മം നോക്കി ഇടിച്ച് കലക്കിക്കളയും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വേണു അവിടുന്ന് പോകാൻ വേണ്ടി തുടങ്ങുന്നത്. അന്നേരം ഇവർ രണ്ടുപേരുടെ സംസാരിക്കുന്ന കാണുന്നതേക്കും നന്ദു അങ്ങോട്ട് വരും. എന്നിട്ട് സച്ചിയോട് ചോദിക്കുന്നുണ്ട് ഇയാൾ എന്താ സാറേ ഈ പറയുന്നത് എന്ന്. അന്നേരം കേസിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത് എന്ന് പറയുമ്പം അത് കേട്ടുകൊണ്ട് നിൽക്കുവാണല്ലോ വേണു. അന്നേരം വേണു അതിൻ്റെ കൂടെ പറയുവാണ് അതെ, എന്നെ ഇടിച്ച് ചതച്ചു എന്ന് കരുതി ഞാൻ അനിക്കെതിരെയുള്ള കേസ് പിൻവലിക്കാനൊന്നും പോകുന്നില്ല. ഞാൻ അനിയെ മാത്രമല്ല ആ കുടുംബത്തിലുള്ള എല്ലാവരെയും ജയിലിൽ കയറ്റും. ഏതായാലും അത് ഉറപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട് അതിപ്പോൾ താൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തു, അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല, അതുകൊണ്ട് എന്നോട് പറയേണ്ട കാര്യവുമില്ല എന്ന് പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ട് പോവുകയാണ്. അന്നേരം വേണു പറയുന്നുണ്ട് ഇതിന് നോക്കിയോ സാറേ, ഞാൻ പ്രതികാരം വീട്ടിയിരിക്കുമെന്ന്. അന്നേരം ആ കേസ് എങ്ങനെയൊക്കെ കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്ത് ഒന്ന് സ്ക്രൂ ചെയ്ത് വിടുന്നുണ്ട് സി എ വേണുവിനെ. പിന്നെ മുത്തശ്ശിയാണ് കാണിക്കുന്നത്. രണ്ടുപേരൂടെ കനകയും ഗോവിന്ദനെയും കാണാനായിട്ട് പോകാൻ തുടങ്ങുവാണ്. അന്നേരം ഭയങ്കര സന്തോഷമാട്ടോ അനിക്ക്. അന്നേരം അനി പറയുന്നുണ്ട് നിങ്ങളവിടെ പോയി ആ കാര്യം സാധിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് അവർ സമ്മതിക്കുമോ എന്നൊന്നും അറിയത്തില്ല, പോയി നോക്കാം അത്രയേ ഉള്ളൂ എന്ന് പറയുവാണേ. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഞങ്ങൾ ഈ കാര്യം സാധിച്ചിട്ടുണ്ടെങ്കിൽ നീ മര്യാദയ്ക്ക് കമ്പനിയൊക്കെ നോക്കി നിൻ്റെ ബ്രാഞ്ചൊക്കെ നോക്കി മര്യാദയ്ക്ക് നടന്നോണം. ഇപ്പം നിൻ്റെ ബ്രാഞ്ച് നോക്കി നടത്തുന്നത് ആദർശാണ്, അതുകൊണ്ടാണ് ഓണത്തിന് പോലും അവിടെ നല്ല സെയിൽ നടന്നത്. അതുകൊണ്ട് ഇനി ഈ കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ടെങ്കിൽ നന്നായിക്കോണം എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുവാണെങ്കിൽ ഞാൻ കമ്പനിയെ ശരണം എന്ന് പറഞ്ഞ് നടന്നോളാം എന്ന് പറയും. അന്നേരം മുത്തശ്ശൻ പറയും അങ്ങനെ കമ്പനിയെ ശരണം എന്ന് പറഞ്ഞ് നടക്കുമൊന്നും വേണ്ട, ബ്രാഞ്ച് നന്നായിട്ട് നോക്കിയാൽ മതി എന്ന് പറയും. എന്നിട്ട് ഭയങ്കര സന്തോഷമാണ് അനിക്ക്. അനി പറയുന്നുണ്ട് ഇനിയിപ്പം അവിടെ ചെല്ലുമ്പോൾ അവർ സമ്മതിക്കാതിരിക്കുമോ, എനിക്ക് ആകെ ടെൻഷനാണ് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് നീ അവിടെ ഇറങ്ങി നടന്നുകൊണ്ടാണ് അവർ ഇഷ്ടക്കേട് കാണിച്ചത്, ഞങ്ങൾ പോയി സംസാരിക്കുമ്പോൾ ചിലപ്പം ശരിയാകുമായിരിക്കും. പിന്നെ ഇവിടെയുള്ള പലർക്കും ഇതിനോട് എതിർപ്പ് കാണും, പ്രത്യേകിച്ച് നിൻ്റെ അമ്മയ്ക്ക് എന്ന് പറയുമ്പം അനു പറയുന്നുണ്ട് അമ്മ സമ്മതിക്കത്തില്ല, അത് വലിയൊരു പ്രശ്നമാണ് എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ശരിക്കും മാതാപിതാക്കളുടെ ഇഷ്ടത്തോടു കൂടി വേണം വിവാഹം നടത്താൻ. പിന്നെ ഇവിടെ നിൻ്റെ അമ്മ സമ്മതിക്കത്തില്ല എന്നത് വലിയൊരു കാര്യമാണ്. അവൾ ഇപ്പോഴും അനാമികയെ വിശ്വസിക്കുന്നുണ്ട്. ദേവയാനിയെ കൊല്ലാൻ ശ്രമിച്ചത് അനാമികയാണ് എന്ന് അറിഞ്ഞിട്ടും അവൾ അനാമികയുടെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് പറയുന്നത് അത്രയും വലിയൊരു തെറ്റാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇവർ പോകുന്ന കാര്യം ഭയങ്കര സന്തോഷമായതുകൊണ്ട് പോകുന്നതിന് മുമ്പ് മുത്തശ്ശിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അന്നേരം എനിക്ക് മാത്രം ഉള്ളോടാ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശനും കൊടുക്കും. എന്നിട്ട് നിങ്ങൾ പോയി വിജയിച്ചു വാ എന്നൊക്കെ പറയുക. അന്നേരം മുത്തശ്ശൻ ചോദിക്കും നീ ഇങ്ങനെ പറയാൻ ഞങ്ങൾ വലിയ യുദ്ധത്തിനാണോ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല, എങ്കിലും പോയി വിജയിച്ചു വാ എന്നാലേ എനിക്ക് സമാധാനം ആകുള്ളൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തോടെയാണ് അവരവിടുന്ന് പറഞ്ഞു വിടുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ
രേവതിയും അനാമികയൊക്കെയാണ്. ഏതായാലും വേണുവിനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് വക്കീൽ. വേണുവിന് നടക്കാൻ പോലും മേല. അകത്ത് വന്ന് ഇരുന്ന് കഴിയുമ്പം രേവതി ചോദിക്കുന്നുണ്ട് വക്കീലിനോട്, ഇനി എന്താ വക്കീലെ നമ്മൾ ചെയ്യേണ്ടത് എന്ന്. അന്നേരം വക്കീൽ പറയുന്നുണ്ട്, അനാമികയുടെ മുഖത്ത് അനി അടിച്ചതിൻ്റെ കോമ്പൻസേഷൻ തരാം എന്ന് പറഞ്ഞ് അവർ നമ്മളെ കുറേ ചുറ്റിച്ചു. അതിനുശേഷം വേണുവിനെ തല്ലി. ഇപ്പം ആ പെണ്ണ് നന്ദു വിളിച്ചുകൊണ്ട് പോയി ഊടുപാട് തല്ലിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കേസാക്കണം. ഇതിൻ്റെ പേരിൽ ആ കുടുംബത്തിലുള്ള എല്ലാവരെയും സ്റ്റേഷനിൽ കിട്ടണം. പറ്റുവാണെങ്കിൽ ആ അനന്തമൂർത്തിയുടെ സാധുവായ ആ അമ്മയെ വരെ നമ്മൾ കോടതിയിൽ കൊണ്ടുവരണം. ആ അവസ്ഥയിലായിരിക്കണം കേസ് ഫ്രെയിം ചെയ്യുന്നത്. ഇതുപോലൊരു വലിയ കുടുംബത്തിലെ മുതിർന്ന കാരണവന്മാർ സ്റ്റേഷനിൽ വരികയും കോടതിയിൽ വരികയും ഒക്കെ ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞത് അവർക്ക് വലിയ നാണക്കേടാകും. അത് നമ്മൾ ചെയ്യണം എന്നൊക്കെ പറയുമ്പം അനാമിക പറയുന്നുണ്ട്, ഞാൻ എന്തിനും തയ്യാറാണ് എന്ന്. അന്നേരം വേണു പറയുന്നുണ്ട്, എന്നെ ഇടി അവളെ എല്ലാ ദേഷ്യവും എൻ്റെ ദേഹത്ത് തീർത്തു, എൻ്റെ എല്ലാം ഒടിഞ്ഞെന്നാണ് തോന്നുന്നത്, ആ മാതിരി ഇടിയായിരുന്നു എന്ന് പറയുമ്പം വക്കീൽ പറയുന്നുണ്ട്, നമുക്ക് പറ്റുന്ന രീതിയിലല്ല അവരെയും ഇനി ബുദ്ധിമുട്ടിക്കണമെന്ന്. അന്നേരം രേവതി ചോദിക്കുന്നുണ്ട്, ആ അനന്തമൂർത്തിയും ഭാര്യനെയും അകത്ത് കിടത്താൻ പറ്റുമോ എന്ന് ചോദിക്കുക. അന്നേരം അങ്ങനെ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയത്തില്ല, ഏതായാലും അവരെ ബുദ്ധിമുട്ടിക്കണം, അത് നമ്മൾ തീരുമാനിച്ച കാര്യമാണ്, അതിന് വേണ്ട രീതിയിൽ ഞാൻ കേസ് എഴുതി പിടിപ്പിച്ചോളാം എന്ന് പറയുവാണ്. അന്നേരം അനാമിക പറയും, സാറേ എന്താണെന്ന് വെച്ചാൽ ചെയ്തു, ഞാൻ സൈൻ ചെയ്ത് തന്നോളാം. ഏതായാലും അവരെ ആ കുടുംബത്തിൽ ഒരെണ്ണത്തിനെ വെറുതെ വിടരുത്. മുത്തശ്ശിയും മാത്രമല്ല, അവിടുത്തെ അവൻ്റെ ചേട്ടനെയും ചേട്ടത്തിയും സഹിതം എല്ലാത്തിനെയും അകത്താക്കണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാം എന്ന് അനാമിക പറയുന്നു. ഏതായാലും കേസെല്ലാം എഴുതി ശരിയാക്കി വെച്ചേക്കാം, സൈൻ ചെയ്യാൻ അച്ഛനെയും കൂട്ടി പോരെ എന്ന് പറഞ്ഞിട്ട് വക്കീൽ അങ്ങോട്ട് പോവുകയാണ്. പോയി കഴിയുമ്പം വേണു പറയുന്നുണ്ട്, എന്നെ ഇടിച്ച് ഒരു പരുവമാക്കി അവൾ, ഇതിന് നമ്മൾ തിരിച്ചു കൊടുക്കുമെന്ന് പറയുമ്പം ആ ഒരു വാശിയോട് നിൽക്കുന്ന അനാമികയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.